നമസ്കാരം. ഞാൻ ഡോക്ടർ നിമിഷ, ഇംബിച്യുവ ഹോസ്പിറ്റലിലെ ജനറൽ സർജനാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. എന്തെല്ലാമാണ് ഇവയുടെ കാരണങ്ങളെന്ന് നോക്കാം. ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സ്ത്രീയായിരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. അതായത് നമ്മൾ 100 പേഷ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 98% സ്ത്രീകളും വെറും 2% മാത്രമാണ് പുരുഷന്മാരും ഉണ്ടാവുക. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏജ്, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് 45-50 ശേഷം മുകളിലുള്ളവർക്കാണ് അധികവും ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നത്. വളരെ യങ് ആയിട്ടുള്ള, അതായത് പ്രായം കുറഞ്ഞവരിലും കാണാറുണ്ട്. മറ്റു റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ വളരെ നേരത്തെ, അതായത് 10 വയസ്സിന് മുൻപ് തന്നെ മാസമുറ ആരംഭിക്കുക, വളരെ ലേറ്റായി ആർത്തവവിരാമം സംഭവിക്കുക, അതായത് 50-55 വയസ്സിന് ശേഷം ആർത്തവവിരാമം സംഭവിക്കുക, 30-35 വയസ്സിന് ശേഷം നമ്മുടെ ആദ്യ പ്രഗ്നൻസി, ഇതെല്ലാമാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്. നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങും ഇതെല്ലാം ഇതിനെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രസ്റ്റിൽ വേദന ഇല്ലാത്ത രീതിയിൽ ചെറിയ മുഴകളായോ തടിപ്പുകളായോ ഇത് പ്രത്യക്ഷപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഉണങ്ങാൻ കാലതാമസം വരുന്ന വ്രണങ്ങൾ, ബ്രസ്റ്റിന്റെ സ്കിന്ന് ഉൾവലിഞ്ഞു പോവുക, നിപ്പിൾ ഉൾവലിഞ്ഞു പോവുക, നിപ്പിളിൽ രക്തം കലർന്ന ഡിസ്ചാർജ് വരിക എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് നീര് വന്ന് വീങ്ങുക, കക്ഷങ്ങളിലെ കഴലുകൾ എന്നിവയും ബ്രസ്റ്റ് ക്യാൻസറിന്റെ മറ്റു ലക്ഷണങ്ങൾ. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സ്റ്റേജ് 0 എന്ന് പറഞ്ഞാൽ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. സ്റ്റേജ് 1 and 2 എന്ന് പറയുന്നത് നമ്മുടെ ട്യൂമർ ബ്രസ്റ്റിൽ മാത്രമേ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കുകയുള്ളൂ. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ബ്രസ്റ്റ് കൂടാതെ നമ്മുടെ കക്ഷത്തിലെ കടലകളിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്തിരിക്കും. സ്റ്റേജ് 4 എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലേറ്റ് സ്റ്റേജ് ആണ്. അത് ബ്രസ്റ്റ് കൂടാതെ ഒന്നുകിൽ ലങ്സിലോട്ടോ അല്ലെങ്കിൽ ബോൺസിലോട്ടോ അല്ലെങ്കിൽ ബ്രെയിനിലോട്ടോ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. സ്റ്റേജ് 0യുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്കവാറും സർജറി കൊണ്ട് തന്നെ സ്റ്റേജ് 0 ഉള്ള ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റേജ് 1 and 2 എന്ന് പറയുമ്പോൾ നമ്മൾ സർജറിക്ക് ശേഷം കീമോയോ റേഡിയേഷനോ വേണ്ടിവരും. സ്റ്റേജ് 3 എന്ന് പറയുമ്പം ആദ്യം തന്നെ സർജറി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പം കീമോ ചെയ്ത് നമ്മുടെ ട്യൂമറിന്റെ സൈസൊക്കെ കുറച്ചതിന് ശേഷമായിരിക്കും സ്റ്റേജ് 3യിൽ നമ്മൾ സർജറി ചെയ്യുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സാധാരണയായി സർജറി ചെയ്യാറില്ല. അത് ലേറ്റ് സ്റ്റേജ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഒന്നുകിൽ നമ്മുടെ ആ സ്റ്റേജ് 4ൽ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ആയുസ് കൂട്ടുക, പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്.